പലതവണ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ പാടി വന്ന ഒരാളാണ് കുട്ടിക്കാലം മുതലേ. ഈ വടകരയിലെ ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂളിലും അതുപോലെ വടകര BMI സ്കൂളിലൊക്കെ പാടി വന്ന ഒരാളാണ്. അന്നൊന്നും ഒരു എഴുത്തുകാരനാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എഴുത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച, വലിയ സദസ്സിന് മുമ്പിൽ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് ഞാൻ എഴുത്തുകാരനായിപ്പോയി. പക്ഷെ എൻ്റെ ഉള്ളിൽ സംഗീതമുണ്ട്. ആ സംഗീതത്തെ എനിക്ക് തൂത്തെറിയാൻ പറ്റില്ല. അതെൻ്റെ രക്തധമനികളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പാട്ടിനെ കൊണ്ടു നടന്നു. ആ പാട്ടിൻ്റെ ഇണങ്ങളും താളങ്ങളും ഒക്കെയാണ് എൻ്റെ വാക്കുകളായിട്ട്, വരികളായിട്ട്, വാചകങ്ങളായിട്ട് മാറിയത്. ഞാൻ ഗവേഷണം നടത്തിയത് പാട്ടിലാണ്. എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഡോ എന്ന് വെക്കാറില്ല. അത് എടോ എന്ന് വിളിക്കുന്ന പോലെ തോന്നും. ഡോ VR സുധീഷ് എന്നൊക്കെ പറഞ്ഞ എടോ VR സുധീഷ് എന്നൊക്കെ വിളിക്കുന്ന പോലെ. അതുകൊണ്ട് ഞാനത് വെക്കാറില്ല. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് പാട്ടിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ്. അത് ജെന്യൂനാണ്. ഒരു ഗവേഷകൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട്. വേറൊരു വിഷയം പോയിട്ട് സംഘടിപ്പിച്ചിട്ട് ഗൈഡിനോട് ചോദിച്ചിട്ട് ഞാൻ എന്തിനാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഗൈഡ് പറഞ്ഞു കൊടുത്തൊരു വിഷയമല്ല ഒരു ഗവേഷണ വിദ്യാർത്ഥി ചെയ്യേണ്ടത്, വിദ്യാർത്ഥിനി ചെയ്യേണ്ടത്. അങ്ങനെയാണ് പിൽക്കാലത്തൊക്കെ സംഭവിക്കുന്നത്. ജെന്യൂനായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത് അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ പാട്ടിനെക്കുറിച്ചാണ് ഗവേഷണം ചെയ്തത്. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സംഗീതം അറിയില്ല. ഉള്ളത് സംഗീതത്തെക്കുറിച്ചുള്ള ചെറിയ ഗ്രാഹ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് വരികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഭാസ്കര മാഷിൻ്റെയും വയലാറിൻ്റെയും ONVയുടെയും പാട്ടുകളിലെ, പഴയ പാട്ടുകളിലെ കേരളീയതയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് ഞാൻ ഡോക്ടറായത്. തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ഒരു തുടർച്ച, നമ്മുടെ പൂർവ്വസൂരികളുടെ എഴുത്തിൻ്റെ ഒരു തുടർച്ച VR സുധീഷിൽ വന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ തൻ്റേതായൊരു വഴിയിലേക്ക് തങ്ങൾ തിരിയുകയാണ് ഉണ്ടായത്. തൊട്ട് മുമ്പ് എഴുതിയ എഴുത്തുകാരുമായിട്ടെല്ലാം ഉള്ള ആത്മബന്ധമാണ് എഴുതിയ കാലം എനിക്ക് കിട്ടിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. അതിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആ സ്വാധീനം, ആ എഴുത്തുകാരുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതൊന്ന് പെട്ടെന്നൊന്ന് ഓർമ്മയിൽ വരുന്നൊന്ന് ഷെയർ ചെയ്യാവും. ശരിയാണ്. മുതിർന്ന തലമുറയിലുള്ള ഒരുപാട് എഴുത്തുകാരുമായിട്ട് എനിക്ക് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. പലരും മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും വളരെ കുറവാണ്. ഈ തലമുറയിലുള്ള എഴുത്തുകാരായിട്ട് എനിക്ക് ബന്ധം വളരെ കുറവാണ്. കാരണം പണ്ടത്തെ എഴുത്തുകാരെ പോലെയല്ല ഇന്നത്തെ എഴുത്തുകാർ, അറിയാമല്ലോ. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ട് ഇങ്ങേയറ്റത്ത് TV കൊച്ചുബാവ വരെ എനിക്കയച്ച കത്തുകളാണ് ദിലീപ് പറഞ്ഞ ഈ എഴുതിയ കാലം എന്നുള്ള പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അന്ന് പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, കത്തുകൾ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എനിക്ക് കത്തയക്കാറുണ്ട്. അവരുടെ മനോഗതങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഞാൻ തിരിച്ചും കത്തയക്കും. ദില്ലിയിലിരുന്നു കൊണ്ട് M. മുകുന്ദൻ എനിക്ക് കത്തെഴുതും. ബേപ്പൂരിലിരുന്നു കൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് കത്തെഴുതും. ഗൾഫിൽ പോയി TV കൊച്ചുബാവ എനിക്ക് കത്തെഴുതും. തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് P. ഭാസ്കര മാഷ് എനിക്ക് കത്തെഴുതും. അതൊരു കത്തെഴുത്തിൻ്റെ സുവർണ്ണ കാലമായിരുന്നു. അപ്പോൾ ഈ കത്തുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അത് എന്ത് ചെയ്യണമെന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഈ കത്തുകളൊന്നും ഞാൻ മാത്രമല്ലേ വായിക്കുന്നുള്ളൂ, വേറെ ഒരാളും വായിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ, ആ കത്തിലൊക്കെ നല്ല ഉള്ളടക്കങ്ങളുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ആ കത്തുകളൊക്കെ കൂടിയിട്ട് എഴുതിയ കാലം എന്നുള്ള പേരിൽ പുസ്തകമാക്കിയത്. ആ പുസ്തകം ആളുകൾ ഏറ്റെടുത്തു. ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്ന് ആ എഴുതിയ കാലമാണെന്ന് എന്നോട് പറയുന്ന എത്രയോ പേരുണ്ട്. അത് എൻ്റെ പുസ്തകമല്ല, ആളുകൾ അയച്ച കത്തുകളുടെ പുസ്തകമാണ്. ചോലമരപ്പാതകൾ എന്ന ചെറുകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും ആ കഥ. ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നാലും കഴിയണം എന്ന് പറഞ്ഞ് വളരെ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ചൊരർത്ഥമില്ലാത്ത രീതിയിലൊരു സംഭാഷണത്തിലാണ് ആ കഥ തുടങ്ങുന്നത്. ആ കഥ അങ്ങനെ തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കണമെങ്കിൽ ശില്പഭദ്രതയിൽ അങ്ങേയറ്റം ബോധമുള്ള ഒരു എഴുത്തുകാരന് മാത്രമേ അത് അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് ഞാൻ എന്ന് ONV പാട്ടെഴുതിയിരിക്കുന്നു. കേവലം എന്ന് പറഞ്ഞ് ഒരു ഗാനം തുടങ്ങുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറയുന്നത് പോലെ സുധീഷ് ഒരു കഥ എഴുതിയിരിക്കുന്നു. ഈ കഥയിൽ അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് ഭാഷയുടെ മേൽ അങ്ങേയറ്റം അദ്ദേഹം ജാഗ്രത പുലർത്തുന്നുണ്ട്. എങ്ങനെയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഭാഷയെ പരിചരിക്കുന്നത്, ഭാഷ നവീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ വായനയൊക്കെ
വളരെ പരിമിതമായിരുന്നു ആദ്യകാലങ്ങളിൽ, കുട്ടിക്കാലങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഗീതത്തിൻ്റെ പുറകെ പോയ ആളായതുകൊണ്ട് അക്കാലത്ത് സിനിമാ നോട്ടീസുകളും പാഠ്യപുസ്തകങ്ങളുമാണ് ഞാൻ കൂടുതലായിട്ട് വായിച്ചത്. സിനിമാ നോട്ടീസുകൾ വായിച്ചാൽ കഥാസാരം കിട്ടും. പാഠ്യപുസ്തകങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ ഈ മഹാരഥന്മാരുടെ ഭാസ്കരൻ മാഷിൻ്റെയും വയലാറിൻ്റെയും ONV ശ്രീകുമാരൻ നമ്പിയുടെയൊക്കെ പാട്ടുകൾ കിട്ടും. ഈ പാട്ടുകളുടെ വരികൾ കിട്ടും. ആ വരികളിലൊക്കെ എനിക്കറിയാത്ത എത്ര വാക്കുകളാണ്. എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം എൻ്റെ നാട്ടുകാരായിട്ട് രസകരമായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. ഒരിക്കൽ ഈ ഭാസ്കരൻ മാഷായിട്ട് ഞാൻ പിൽക്കാലത്ത് വലിയ പരിചയത്തിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെഴുത്തുകാരൻ ഭാസ്കരൻ മാഷാണ്. അത് കഴിഞ്ഞിട്ടേ വയലാറും ബാക്കി ശ്രീകുമാരൻ തമ്പിയൊക്കെ വരുന്നുള്ളൂ. ശ്രീകുമാരൻ തമ്പിയോട് ഒരിക്കലും ഞാനിത് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി കുറേ കാലം എന്നോട് മിണ്ടാതിരുന്നു. അങ്ങനെ ഭാസ്കരൻ മാഷയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു, മാഷിൻ്റെ ഒരു പാവാടക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത്. ഇപ്പം ഭാസ്കരൻ മാഷ അതാരാ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ട്. അതാരാ പറയേ? അപ്പം ഞാൻ ഇങ്ങനെ ഒരു വരി പറഞ്ഞു കൊടുത്തു. അന്നു നിൻ്റെ നുണക്കൊഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിൻ്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ആ പാവാടക്കാരി അവള് അനുപല്ലവിൽ ഇങ്ങനെ ഒരു വരി വരുന്നു. പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂ മരം ചാരി പടം നോക്കി പഠിക്കുന്ന പാവാടക്കാരി, കണ്ടാൽ പാറി പാറി പറന്നു പോകും പാവാടക്കാരി. ആ പാവാടക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചതെന്ന്. അതേ കാരണം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പഠിപ്പിൽ അത്ര മിടുക്കനായിരുന്നില്ല, മോശമായിരുന്നു. ഇവള് പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂ മരം ചാരിയിട്ട് ഇങ്ങനെ ഈ പടം നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കുന്ന കണ്ടപ്പോൾ അവളോട് അസൂയ തോന്നി എന്ന് പറഞ്ഞു. ഭാസ്കരൻ മാഷ എന്നെ ഒന്നിങ്ങനെ നോക്കി. ഞങ്ങളൊരു 2 പെഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെഗ് അങ്ങനെ വിഴുങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊട്ട. ഞാൻ ചെയ്തത് ഞാൻ അങ്ങനെയല്ല എഴുതിയത്, അത് ആ ദാസും ബാബുവും കൂടി പറ്റിച്ചൊരു സംഗതിയാന്ന് പറഞ്ഞു. ദാസ് എന്ന് പറഞ്ഞ യേശുദാസ്, ബാബു എന്ന് പറഞ്ഞ ബാബുരാജ് സംഗീതം നൽകിയ അയാളാണ്. ഞാൻ അതല്ല എഴുതിയത്. പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂ മരഞ്ചാരിയിട്ട് അവള് നിന്റെ ഈ പാഠം ടെക്സ്റ്റ് ലെസൺ ഒന്നും അല്ല അവള് നോക്കി പഠിച്ചത്. അവള് പാഠം നോക്കിയിട്ട് വയൽ നോക്കിയിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പാഠം ഠ എന്നാണ് എഴുതിയത്. ഈ ബാബുവിനും ദാസിനും അക്ഷരം അറിഞ്ഞുകൂടാലോ, അതുകൊണ്ട് അവർ പാഠം എന്ന് പാടി. അന്നത്തെ പാഠ്യപുസ്തകങ്ങളിലൊക്കെ ഠ എന്ന് വന്നു. നമുക്കതല്ലേ അറിഞ്ഞുകൂടെ പാഠം. ലെസൺ നോക്കിയിട്ടല്ല, വയൽ നോക്കിയിട്ട് പഠിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രണയിനിയാണ് അവൾ എന്ന് പറഞ്ഞു. നീ പ്രണയിച്ചോ എന്ന് പറഞ്ഞു.